ഏറെ വിവരവും വിദ്യാഭ്യാസമുള്ളവരാണ് മലയാളികൾ എന്നായിരുന്നു നമ്മുടെ ഇക്കാലം അത്രയുമുള്ള അഭിമാനം. എന്നാൽ ഇപ്പോൾ അതൊക്കെ പോയി. ജാതി മത വർഗ ഭേദമന്യേ മലയാളികൾ മമ്മൂട്ടി സിനിമകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹം മഹാനടനായത്. ഏതെങ്കിലും വർഗീയവാദികളുടെ പിന്തുണ കൊണ്ടല്ല മമ്മൂട്ടി മെഗാസ്റ്റാർ ആയത്. പക്ഷെ ഏതാനും ദിവസങ്ങളായി നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഹെയ്റ്റിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ വർഗീയ ചാപ്പ അടിക്കാനുള്ള ശ്രമങ്ങൾ വരെ മമ്മൂട്ടിക്കെതിരെ നടത്തുന്നു. മമ്മൂട്ടി സിനിമകൾ സവർണ ഹിന്ദുക്കളെ ആക്ഷേപിക്കാനും ഹിന്ദു മതത്തെ തകർക്കാനുമെന്നാണ് ഒരു കൂട്ടം വർഗീയവാദികൾ പറയുന്നത്. ഏറ്റവും വലിയ തമാശ, ഹിന്ദുക്കളിലെ അവർണരെയും സവർണരെയും ഭിന്നിപ്പിച്ച് ഹൈന്ദവ ഐക്യത്തിന് തടസ്സമാകുന്നത് മമ്മൂട്ടി സിനിമകളായ ഉണ്ടയും പുഴുവുമാണെന്ന് ഒരു കൂട്ടം വർഗീയവാദികൾ. മലയാളത്തിന്റെ മഹാനടൻ സുഡാപ്പിയാണെന്ന ഹേറ്റ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ തകർക്കുന്നു. ഇതിനെതിരായി വലിയ വിഭാഗം മനുഷ്യർ മമ്മൂട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഇറങ്ങിയ പുഴു എന്ന സിനിമയെ ചൊല്ലി ഇപ്പോൾ വിവാദങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ സംവിധായക രദീനയുടെ മുൻ ഭർത്താവ് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ ചില ആരോപണങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. വർഗീയമായി പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ ചില വസ്തുതയില്ലാത്ത വാചകങ്ങളാണ് അതൊക്കെയെന്ന് കേട്ടാൽ വിവരമുള്ളവർക്ക് മനസ്സിലാകും. ഇതിഹാസ നടനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം തള്ളി സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുൾപ്പെടെ നിരവധി പേർ മമ്മൂട്ടി പിന്തുണച്ച് രംഗത്തെത്തി. മുതിർന്ന CPIM നേതാവും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. 3 ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ നടനൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ടു. മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. CPI നേതാവും റവന്യൂ മന്ത്രിയുമായ കെ രാജനും മമ്മൂട്ടിയെ കേരളത്തിന്റെയും മലയാളികളുടെയും അഭിമാനമാണെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ രാഷ്ട്രീയമാണെന്നും ഇത്തരം പ്രചരണങ്ങൾ സംസ്ഥാനത്ത് ഉദ്ദേശിച്ച ഫലം നൽകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതാണ് കേരളമെന്ന് അദ്ദേഹം പ്രചാരണത്തിന് പിന്നിലുള്ളവരോട് ചൂണ്ടിക്കാട്ടി. കുറച്ചുകാലം മുൻപ് പ്രമുഖ സംവിധായകൻ കമലിനെതിരെ അഴിച്ചുവിട്ട സമാനമായ പ്രചാരണം അനുസ്മരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു, മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയെ ജോസഫ് വിജയ് എന്നും വിളിക്കുന്ന സംഘി-രാഷ്ട്രീയം ഇവിടെ ഒരു ഫലവും കൊയ്യില്ല. വ്യക്തമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ പാഠവുമുള്ള ഒരാളെ മുദ്രകുത്താൻ എത്ര ശ്രമിച്ചാലും സംസ്ഥാനത്തെ ജനങ്ങൾ പിന്തുണയ്ക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ പലയിടത്തും വാ തുറന്നാൽ ഹിന്ദു വർഗീയത, മുസ്ലിം വർഗീയത, ക്രിസ്ത്യൻ വർഗീയത. ഹിന്ദു വർഗീയ ഭ്രാന്ത് മൂത്തവർ മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയാക്കി ഇസ്ലാമിസ്റ്റ് ഭീകരനാക്കി അങ്ങ് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ അത് വെറും വ്യാമോഹം മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മതേതര മനസ്സാണ് മലയാളിയുടേത്. സംഗീതവും സാഹിത്യവും സിനിമയും ഉൾപ്പെടെ എല്ലാ സാംസ്കാരിക മേഖലകളിലും മലയാളി സജീവമാണ്. അവിടേക്ക് ജാതിയും മതവും കുത്തിക്കയറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമാണ് മമ്മൂട്ടിയും മമ്മൂട്ടി സിനിമകളും. തനിയാവർത്തനം, നായർ സാഹബ്, യവനിക, ആവനാഴി, ന്യൂഡൽഹി, ഒരു മറവത്തൂർ കനവ്, പഴശ്ശിരാജ, അയ്യർ ദ ഗ്രേറ്റ്, അങ്ങനെ 100 മമ്മൂട്ടി സിനിമകൾ. മലയാള സിനിമാ ചരിത്രത്തിൽ നിന്നും അടർത്തി മാറ്റാൻ ഒരു വർഗീയവാദിക്കും കഴിയില്ല. മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ടോവിനോയും വിനീത് ശ്രീനിവാസനും, അങ്ങനെ ജാതി മത ഭേദങ്ങൾക്കപ്പുറമാണ് നമ്മുടെ മലയാള സിനിമാ മേഖല. എനിക്കൊന്നേ പറയാനുള്ളൂ, സിനിമാ മേഖലയിൽ വർഗീയ വിഷം കലക്കരുത്. തിയേറ്ററുകളിൽ നമ്മൾ എല്ലാവരും ജാതിയും മതവും എല്ലാം മറന്ന് ഒന്നിച്ചിരുന്നാണ് സിനിമകൾ ആസ്വദിക്കുന്നത്.